ഹായ് ഡിയേഴ്സ്, ഞാൻ ഔഷാദ് അപ്പോടെക്. ഇന്നലെ ഒരു പെരുന്നാൾ പരിപാടിയിൽ പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായി. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഇതുവരെ എൻ്റെ പേജ് ഫോളോ ചെയ്തില്ല, അല്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നൗഷാദ് അപ്പോടെക് എന്ന പേജ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് കുറച്ച് ഹാപ്പി ഹോർമോൺസ് കിട്ടും. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഹാപ്പി ഹോർമോൺസിനെ കുറിച്ച് ഈ അവസരത്തിൽ പറയണമെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെരുന്നാൾ പ്രോഗ്രാമിന് ഇന്നലെ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. വളരെ ഡിഫറൻ്റ് ആയ ഒരു പരിപാടിയായിരുന്നു. അപ്പോടെക് ഫാർമസിക്ക് അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു കാര്യം. കാരണം ഈ പരിപാടിയുടെ പ്രത്യേകത, ഞാൻ അതിൻ്റെ സംഘാടകൻ മിസ്റ്റർ ഷെഫീൽ കണ്ണൂർ പുള്ളി എന്നായിട്ട് ഡിസ്കസ് ചെയ്ത് ഞാൻ മനസ്സിലാക്കിയത് സ്പോൺസർഷിപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഓൾറെഡി ടിക്കറ്റ് വെച്ചിട്ടുള്ള പരിപാടിക്ക് എന്തിനാ ഇനി സ്പോൺസർഷിപ്പ് എന്ന് ചോദിച്ചു. പറഞ്ഞു ടിക്കറ്റ് വെക്കാത്ത പരിപാടിയാണ്. പുള്ളിക്കാരൻ ടിക്കറ്റ് വെച്ചുള്ള പരിപാടി ഒരുപാട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പക്ഷേ പുള്ളിയുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടത്തിൽ ഒരു പക്ഷേ ഈ ടിക്കറ്റിൻ്റെ പ്രൈസ് കാരണം ഇങ്ങനെയുള്ള പരിപാടികളിൽ നിന്നെല്ലാം ഫംഗ്ഷനുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാണെന്ന് പുള്ളി എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷം തോന്നി. ഒരു നല്ലൊരു ഗുഡ് കോസ് അതിൻ്റെ പിന്നിലുള്ളതുകൊണ്ട്. നിങ്ങൾക്കറിയാലോ, നമ്മളെ ഇടയിൽ ചില ആളുകൾ ഇപ്പോൾ പെരുന്നാളൊക്കെ ആണെങ്കിൽ രാവിലെ എണീറ്റ് പള്ളിയിലൊക്കെ പോയി വീണ്ടും വന്ന് കിടന്നുറങ്ങും. എന്നിട്ട് ഉച്ചയ്ക്ക് എണീറ്റ് ബിരിയാണി കഴിക്കും, പിന്നെയും കിടന്നുറങ്ങും. വൈകുന്നേരം നമ്മൾ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാളെന്ന് ചോദിച്ചാൽ പറയും, എന്ത് പെരുന്നാളൊക്കെ നാട്ടിലല്ലേ. ഇങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമുക്കും ബാക്കി എല്ലാവർക്കും 24 hours തന്നെ ഉള്ളൂ ഒരു ദിവസം കിട്ടുന്നത്. പക്ഷെ നമ്മളത് എങ്ങനെ ഉറങ്ങി തീർക്കണോ, അതോ നമ്മൾ ഇങ്ങനെയുള്ള ഫംഗ്ഷനുകളിലൊക്കെ പങ്കെടുത്ത് ആളുകളായിട്ട് ഇടപെട്ട് അത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇതുകൊണ്ട് വരുന്നുണ്ട്. അതാണ് ഈ വീഡിയോയിലൂടെ മെയിനായിട്ട് നിങ്ങളോട് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. ചില ആളുകളുണ്ട് ഒരു തരം മൂഡ് ഇഷ്യൂസിൽ, ഒരു ഡിപ്രഷൻ ആയിട്ട് പെരുന്നാളിനും സന്തോഷമില്ല, പ്രത്യേക ഫെസ്റ്റിവലുകൾ വന്നാൽ അവർക്ക് എല്ലാ ദിവസവും ഒരുപോലെയാണ്. അവരുടെ ചിന്ത നാളെ ഇനി ഡ്യൂട്ടിക്ക് പോകണം എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന അവധി സമയങ്ങൾ പരമാവധി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി അത് നമ്മുടെ ശരീരത്തിന് തന്നെയാണ് ഗുണം വരുന്നത്. നമ്മുടെ ശരീരത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഹാപ്പി ഹോർമോൺസുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ ഹാപ്പി ഹോർമോൺസ് നമുക്ക് രണ്ട് രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാം. മദ്യം, അതുപോലെ ചില ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ചില വേണ്ടാത്ത വീഡിയോകൾ കണ്ടിട്ട് അങ്ങനെ ചില ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അത് നമ്മൾ അതിലേക്ക് അഡിക്ഷൻ ആവും. നമുക്ക് ഒരിക്കലും തികയാതെ വരും അത്തരം ഹാപ്പി ഹോർമോൺസുകൾ. നമ്മൾ അതിൻ്റെ ഹയർ വേർഷൻസ്, അതിലെ ഡോസ് കൂടിയ അളവിലേക്കൊക്കെ നമ്മൾ പോകും. മറിച്ച് ഇത്തരം പരിപാടികൾ, നമ്മളെ സോഷ്യൽ ഗ്യാതറിങ്, പല ഫംഗ്ഷനുകളിലൂടെയൊക്കെ നമുക്ക് ഈ ഡോപ്പമിൻ, അതുപോലെ സെറട്ടോണിൻ പോലുള്ള ഹാപ്പി ഹോർമോൺസുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇത്തരം ഹാപ്പി ഹോർമോൺസുകൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ മൂഡ്, നമ്മൾ വിഷാദ രോഗങ്ങളിലേക്ക് നമ്മൾ ചെന്നപ്പെടാതിരിക്കും. ഉത്കണ്ഠ നമുക്ക് കുറയും. അതുപോലെ നമ്മളെ സ്ലീപ്പിംഗ് പ്രോബ്ലംസ് കുറയും. ചില ആളുകൾ പകൽ മുഴുവൻ കിടന്നുറങ്ങിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി കഴിഞ്ഞ് രാത്രി അവർക്ക് ഉറക്കം കുറയും. പിന്നെ അവരുടെ കയ്യിൽ കിട്ടാവുന്ന സാധനം പിന്നെ മൊബൈലാണ്. അതിൽ വരുന്ന ഒരുപാട് നല്ലതല്ലാത്ത കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ വഴുതി വീഴാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മളെ വിലപ്പെട്ട സമയം നമ്മൾ അങ്ങനെ കുറേ സ്പെൻഡ് ചെയ്യും. അതിന് പകരം നമ്മൾ ഇങ്ങനെയുള്ള ഗാദർ പോലുള്ള ഫംഗ്ഷനുകളിലൊക്കെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മളെ രോഗപ്രതിരോധ ശേഷി കൂടും. നമ്മളെ ഹൃദയത്തിൻ്റെ ആയുസ് കൂട്ടും. അതായത് നമ്മളെ ഹൃദയത്തിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്. നിങ്ങൾ പണ്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ചിരി നിങ്ങൾ ആയുസ് വർദ്ധിപ്പിക്കും. നമുക്ക് ചിരി വരണമെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവണം, അല്ലേ? അപ്പോൾ ഈ സന്തോഷം കണ്ടെത്താവുന്ന ഇത്തരം പരിപാടികൾ ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ സംഘടിപ്പിക്കും. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ചില ആളുകളെ ഞാൻ ഈ പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്തപ്പോൾ നാളെ പിന്നെ ഡ്യൂട്ടി ഉണ്ട്, എനിക്ക് സമയമല്ല, അങ്ങനെയുള്ള ഒരു തരം പിൻവലിയലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളോടും കൂടിയാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള പരിപാടികൾ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പുതിയ ആളുകളായിട്ട് പരിചയപ്പെടും. അതിലൂടെ ചിലപ്പോൾ നമുക്ക് നമ്മളെ ജീവിതം തന്നെ മാറ്റിമറിയുന്ന രീതിയിലേക്കുള്ള ബന്ധങ്ങൾ അത് മാറും. ചിലപ്പോൾ അത് ബിസിനസ്സിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ചിലപ്പോൾ നിങ്ങളെ കലാപരമായി നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഇത്ര മാത്രം എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു മെയിൻ കാരണവും. അപ്പോൾ ഈ പരിപാടിയിൽ ഞാൻ കണ്ട് എനിക്ക് കിട്ടിയ ഹാപ്പി ഹോർമോൺസ് നിങ്ങൾക്കും കൂടി കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിയുടെ കുറച്ച് നല്ല ഭാഗങ്ങൾ ഈ വീഡിയോയോട് കൂടി നിങ്ങൾക്ക് കേൾപ്പിക്കാം. നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ എന്നെ അറിയിക്കുക. ഇതുവരെ എന്നെ ഫോളോ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു നോട്ട് ഫർഗെറ്റ്. ഇന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം. താങ്ക് യു.
un to